നമ്മുടെ ഈ പരിപാടിയിൽ എത്തിച്ചേരുന്നു. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട കൂറ്റമ്പാറ ഉസ്താദ് അല്പസമയത്തിനുള്ളിൽ നമ്മുടെ വേദിയിലെത്തി നമ്മോട് സംസാരിക്കും. ബഹുമാനപ്പെട്ട ഷെയ്ഖുന അബുല്ലഖ് മുഹമ്മദ് അബ്ദുൽ ബാരി മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ മഹാനവറുകളുടെ 62-ാം ഉറൂസ് മുബാറക്ക് സാധാരണ പോലെ വിപുലമായി തന്നെ നമ്മൾ സംഘടിപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇത്തരം വേദികൾ സംഘടിപ്പിക്കുമ്പോൾ നമ്മോടുകൂടെ ഉണ്ടായിരുന്ന എത്രയോ ആളുകൾ, നമുക്ക് നേതൃത്വം നൽകിയവർ, നമ്മുടെ എല്ലാത്തിലും നമുക്ക് ധൈര്യം തന്നിരുന്ന പലരും ഇന്ന് നമ്മോടുകൂടെ ഇല്ല. ബഹുമാനപ്പെട്ട CP അബ്ദുൽ ലത്തീഫ് ഹാജി അടക്കം, ചെന്നൈ ബാപ്പുട്ടി ഹാജി, അങ്ങനെ തുടങ്ങി ഒരുപാട് ഈ മഹത്തായ അബ്ദുൽ ബാരി അക്കാഡമിയുടെ നേതൃസ്ഥാനത്തുണ്ടായിരുന്ന, നമ്മുടെ ഈ സ്ഥാപനം കെട്ടിപ്പടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിരുന്ന പലരും, അള്ളാഹു അവർക്കെല്ലാം മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. ബഹുമാനപ്പെട്ട ഷെയ്ഖുന അബുല്ലഖ് മുഹമ്മദ് അബ്ദുൽ ബാരി മുസ്ലിയാർ മഹാനവറുകൾ ഹിജ്റ 1298 ജുമാദൽ ഉഖറ 21-നാണ് മഹാനവറുകൾ ജനിക്കുന്നത്. അവിടുത്തെ പേര് മുഹമ്മദ് എന്നാണ് മാതാപിതാക്കൾ അദ്ദേഹത്തിന് വിളിച്ചിരുന്ന പേര്. മഹാനവറുകളുടെ ചെറുപ്പകാലം മുതൽ തന്നെ വലിയ ഒരു ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു മഹാനവറുകൾ. അവിടുത്തെ ചരിത്രം അത് കൂടുതൽ സമൂഹത്തിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി വളരെ ബൃഹത്തായ ഒരു ഗ്രന്ഥം നമ്മൾ പുറത്തിറക്കുന്ന അതിൻ്റെ പണിയിലാണ് ഇപ്പോൾ ഉള്ളത്. അടുത്ത സമയത്ത് തന്നെ ഇൻഷാ അല്ലാഹ് അത് പുറത്തിറക്കും. നിങ്ങളൊക്കെ പ്രത്യേകമായി ദ്വാരക്കണമെന്ന് എല്ലാവരോടും പ്രത്യേകം അപേക്ഷിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഷെയ്ഖുന അബ്ദുൽ ബാരി ഉസ്താദ് അവറുകൾ തൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു നല്ല ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു. തൻ്റെ പിതാവിൽ നിന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖ് കോയാമുട്ടി മുസ്ലിയാർ മഹാനവറുകളിൽ നിന്ന് തൻ്റെ ആദ്യ പഠനം ആരംഭിക്കുകയാണ്. ഉപ്പയിൽ നിന്ന് തന്നെ ആത്മീയമായ എല്ലാവിധ ഉപദേശ നിർദ്ദേശങ്ങളുമൊക്കെ ലഭിക്കുകയും ചെറിയ പ്രായത്തിൽ തന്നെ ആത്മീയമായ വലിയ താല്പര്യം അവിടുത്തെ ജീവിതത്തിൽ പ്രകടമായിരുന്നു. മഹാനവറുകൾ തൻ്റെ ചെറിയൊരു പ്രായത്തിൽ ഒരു കളവാണെന്ന് തോന്നുന്ന ഒരു ചെറിയ വാക്ക് പറഞ്ഞതിൻ്റെ പേരിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളെ തൻ്റെ ഉപ്പ വിളിച്ച് ഉപദേശിക്കുകയാണ്. ഇതിനാണോ നിന്നെ മുഹമ്മദ് എന്ന പേര് നിനക്ക് വിളിച്ചത് എന്ന് ചോദിച്ചപ്പോൾ വലിയ ആ സ്വഭാവത്തിൻ്റെ ഉടമയായ ബഹുമാനപ്പെട്ട വലിയ മൂലേർപ്പാപ്പ ഈ ഒരു ചോദ്യം ചോദിച്ചതിൻ്റെ പേരിൽ മഹാനായ അബ്ദുൽ ബാരി ഉസ്താദ് പലപ്പോഴും പറയാറുണ്ടായിരുന്നു അത്രേ, അതെൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അത് വല്ലാതെ തറച്ചുപോയി. തൻ്റെ ഉപ്പയും തൻ്റെ എല്ലാമായ ആത്മീയ ഷെയ്ഖുമൊക്കെയായ ബഹുമാനപ്പെട്ട വലിയ മൂലേർപ്പാപ്പ തൻ്റെ മകൻ്റെ ഈ വിഷയം കാണുന്നവരോടൊക്കെ പറയുമത്രേ. എല്ലാവരോടും പറയും, എൻ്റെ മകൻ ഒരു കളവ് പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ ആഖിറത്തിൽ കുടുങ്ങിപ്പോകുമോ എന്ന ഒരു ആശങ്ക അവിടെ നിന്ന് പ്രകടിപ്പിച്ചിരുന്നു. ഇത് മഹാനായ അബ്ദുൽ ബാരി ഉസ്താദ് പലപ്പോഴും അവിടെ നിന്ന് എടുത്തു പറഞ്ഞിരുന്നു അത്ര. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് തൻ്റെ മകൻ്റെ വിഷയത്തിൽ വല്ലാത്ത ശ്രദ്ധ മഹാനവറുകൾക്കുണ്ടായിരുന്നു. മഹാനവറുകൾ ഏതു സമയത്തും മകനെ ഉപദേശിക്കാനും ആവശ്യമായ സമയങ്ങളിൽ വാത്സല്യം കൊടുത്ത് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനും മഹാനവറുകൾ വളരെ കൂടുതൽ ശ്രദ്ധിച്ചിരുന്നു. മഹാനവറുകൾ ഇടക്കിടക്ക് പറയും, ഒരു 3-4 മാസത്തോളം കാണുന്നവരോടൊക്കെ ഇത് പറയുകയും കരയുകയും ചെയ്തിരുന്നു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ഒരു വലിയ ശിക്ഷണമാണ് മഹാനായ അബ്ദുൽ ബാരി ഉസ്താദിനെ ഉന്നതിയിലേക്ക് ഉയർത്തിയത്.
നിങ്ങൾ നോക്കൂ, തൻ്റെ പഠനകാലം മഹാനവറുകൾ പ്രാഥമിക പഠനം ഉപ്പയിൽ നിന്ന് പൂർത്തിയാക്കി. പിന്നീട് നാദാപുരം, അതുപോലെ പൊന്നാനി, തിരൂരങ്ങാടി, തലക്കെടുത്തൂര്, കൂട്ടായി, ഇങ്ങനെയൊക്കെ പല ഭാഗങ്ങളിലും പഠനത്തിന് പോയി. അതിനുശേഷം വെല്ലൂരിലേക്ക് മഹാനവറുകൾ ഉപരിപഠനത്തിന് വേണ്ടി പോകാൻ നിൽക്കുന്നു. ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി അവിടുന്ന് വെല്ലൂരിൽ നിന്ന് കേരളത്തിലെത്തിയപ്പോൾ ബാക്കിയാത്തിനെ പറ്റി പഠിക്കുകയും, ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി ബാക്കവി ബിരുദം അദ്ദേഹത്തിന് ലഭിച്ചിട്ടില്ലെങ്കിലും ആല ഹസ്രത്തുമായി ബാക്കിയാത്തിന്റെ ഫൗണ്ടറും ബാനിയും അതിൻ്റെ എല്ലാമായ ഉസ്താദുമാരുടെ ഉസ്താദുമായ ശംസുൽ ഉലമ അബ്ദുൽ വഹാബ് ഹസ്രത്ത് അവറുകൾ അവിടത്തെ ഏറ്റവും വളരെ ഇഷ്ടപ്പെട്ട ഒരാളായിരുന്നു ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി. അതുകൊണ്ട് തന്നെ ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുമായുള്ള ബന്ധം കാരണം ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി ഉസ്താദിനിക്ക് ഈ ഒരു താല്പര്യം മനസ്സിൽ വരികയാണ്. ഞാൻ നീട്ടി സംസാരിക്കുകയല്ല. പഴയ കാലത്തൊക്കെ ബാക്കിയാത്തിൽ സനദിന് വേണ്ടി പോകുന്ന ആളുകൾ അവരെ ഇന്നത്തതുപോലെ എഴുത്തു പരീക്ഷകളായിരുന്നില്ല. അവർക്ക് ദാഖിൽ ഇംതിഹാൻ, അവർക്ക് അഡ്മിഷൻ കിട്ടുന്നതിനുള്ള പരീക്ഷകൾ നടക്കുമ്പോൾ ഇന്നത്തതുപോലെയുള്ള പരീക്ഷകളായിരുന്നില്ല. നേരിട്ട് വലിയ മശായിഖന്മാരായ വലിയ ഉസ്താദന്മാർ അവരെ കൽബിലേക്ക് നോക്കാൻ അതിനു മാത്രം ഉയർന്നവരായിരുന്നു. അവരെ ബാക്കിയാത്തിൽ പഠിക്കാനും ഈ സ്ഥാപനത്തിന്റെ സന്തതിയാകാനും പറ്റുമോ എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കി അങ്ങനെ അവർക്ക് സ്ഥാപനത്തിൽ അഡ്മിഷൻ കൊടുക്കുന്ന രീതിയായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി ഉസ്താദ് അവറുകൾ തൻ്റെ ഉമ്മയോട് ചെന്നിട്ട് ബാക്കിയാത്തിൽ പഠനം നടത്താൻ താല്പര്യമുണ്ടെന്ന് അറിയിച്ചപ്പോൾ ഉമ്മ പറഞ്ഞു, അത് ബാപ്പയോട് ചോദിച്ചിട്ട് വേണം പറയാനെന്ന് പറഞ്ഞപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി ഉസ്താദിന്റെ ഉമ്മ ബാപ്പയാകുന്ന വലിയ മൂലേർ പാപ്പയോട് ഈ വിഷയങ്ങളൊക്കെ പറയുകയും പറഞ്ഞപ്പം വലിയ മൂലേർ പാപ്പ ഉടനെ തന്നെ പറഞ്ഞത്, പിതാവ് വെല്ലൂരിലേക്ക് പോകാൻ ആദ്യം സമ്മതം കൊടുത്തില്ല. പിന്നീട് ഒരു നിബന്ധന വെക്കുകയാണ്. ആ നിബന്ധന എന്താണ്? മഹാനവറുകൾ അവിടുന്ന് പറഞ്ഞു കൊടുത്തത് ഇർഷാദുൽ യാഫിഈ എന്ന് പറയുന്ന ആത്മീയ മേഖലയിലെ വളരെ മഹത്തായ ഗ്രന്ഥമാണ് ഇർഷാദുൽ യാഫിഈ. അബ്ദുല്ലാഹിൽ യാഫിഈ റളിയല്ലാഹു അൻഹു അവിടുന്ന് തസ്നീഫ് ചെയ്ത, അവിടുന്ന് ഗ്രന്ഥരചന നടത്തിയ മഹത്തായ ഇർഷാദുൽ യാഫിഈ. ആ ഇർഷാദുൽ യാഫിഈ അത് പൂർണ്ണമായും നീ പൊന്നാനിയിൽ പോയി അവിടുത്തെ അവറാൻകുട്ടി മുസ്ലിയാരുടെ സമീപത്ത് പോയി നീ ഓതിയതിനു ശേഷം നിനക്ക് വെല്ലൂരിലേക്ക് പോകാം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, ഇതിൽ വലിയ പാഠങ്ങളുണ്ട്. ഏറ്റവും പ്രധാനമായി ഒന്ന്, വെല്ലൂരിലേക്ക് പോകുമ്പോൾ വെല്ലൂരിൽ അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വലിയ പണ്ഡിതന്മാർ, വലിയ കുത്തുബുകളായ കുത്തുബെ വേലൂരിൽ നിന്ന് മഹാനായ അബ്ദുൽ ലത്തീഫ് ഹസ്രത്തിൽ നിന്ന് ആത്മീയമായ വലിയ തർബിയത്തുകളും അവിടുത്തെ നിർദ്ദേശങ്ങളുമൊക്കെ കരസ്ഥമാക്കി ആത്മീയ മേഖലയിൽ വളരെ ഉന്നതിയിലെത്തിയ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ബാനി ഹസ്രത്ത് അവറുകളുടെ മുന്നിൽ ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി ഉസ്താദ് അവിടെ പോയി ഇരിക്കാനുള്ള ഒരു ആത്മീയമായ ഒരു തയ്യാറെടുപ്പ് മഹാനവറുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന താല്പര്യം ബഹുമാനപ്പെട്ട അവിടുത്തെ ഉപ്പയായ വലിയ മൂലേർ പാപ്പക്കുള്ളത് കൊണ്ട് തന്നെ മഹാനവറുകൾ പൊന്നാനിയിൽ പോകണമെന്ന് പറയുന്നു. പൊന്നാനിയിലേക്ക് പോകാൻ വേണ്ടി പറഞ്ഞതിൻ്റെ പിന്നിലും മറ്റൊരു രഹസ്യമുണ്ട്. പല ആളുകളോടും ഇതിനെപ്പറ്റി ചോദിക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത്, ആ കാലഘട്ടത്തിലൊക്കെ പണ്ഡിതന്മാർ പൊന്നാനിയിൽ പോകാത്ത ഒരാളുമില്ലായിരുന്നു. അവസാനം പഠനം പ്രാഥമിക പഠനങ്ങളൊക്കെ ദർസി പഠനങ്ങളൊക്കെ പൂർത്തിയായാൽ പിന്നീട് മുസ്ലിയാർ പട്ടം കിട്ടുന്നതിന് വേണ്ടി പൊന്നാനിയിലേക്ക് പോകുന്നൊരു സമ്പ്രദായമാണ്. പൊന്നാനിയിൽ നമുക്ക് ചെന്നാൽ കാണും, പൊന്നാനി പള്ളിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അത് മക്കത്തെ പള്ളി പോലെ എന്നാണ് പഴമക്കാരായ ആളുകളൊക്കെ പറഞ്ഞിരുന്നത്. പഴയകാലത്ത് പൊന്നാനിയെ കേരളത്തിലെ മക്ക എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഞങ്ങൾ ഈ അടുത്ത ദിവസം പൊന്നാനിയിൽ ചെന്നപ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം, പൊന്നാനിയിലെ പള്ളി അത് എല്ലാവർക്കും ആ പള്ളിയുമായി ബന്ധമുണ്ട്. എല്ലാവർക്കും ബന്ധപ്പെട്ട പള്ളിയാണ്. രാവും പകലും ആ പള്ളി മക്കത്തെ പള്ളി പോലെ അടക്കാറില്ല.
ആ പള്ളിയിൽ വിളക്കത്തിരിക്കുന്ന ഒരു സമ്പ്രദായം പഴയകാലത്തെ ആലിമീങ്ങൾ വന്ന് ആ പള്ളിയിൽ ആ വിളക്കന് ചുറ്റുമിരുന്ന് അവർ മുസ്ലിയാർ പട്ടം വാങ്ങിച്ചവരാണ് കേരളത്തിലെ കഴിഞ്ഞുപോയ ആലിമീങ്ങൾ മുഴുവനും. ആ ഒരു മഹത്വം ലഭിക്കുന്നതിന് വേണ്ടിയാണ് പൊന്നാനിയിലേക്ക് ബഹുമാനപ്പെട്ട അവറാൻകുട്ടി മുസ്ലിയാരുടെ സമീപത്തേക്ക് ഇർഷാദുൽ യാഫി പഠിക്കാൻ വേണ്ടി പറഞ്ഞയച്ചത്. മാത്രമല്ല, പൊന്നാനിയിൽ ആ വിളക്ക് വെച്ചിട്ടുള്ള അതിൻ്റെ തായ് ഭാഗത്ത് ഇന്ന് ആ വിളക്കൊന്ന് പൊക്കി നോക്കിയാൽ നമുക്കൊരു കല്ല് കാണാൻ കഴിയും. മുബാറക്കായ ഒരു കല്ലാണ്. ആ കല്ലിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഏറ്റവും പ്രധാനമായി ബഹുമാനപ്പെട്ട ഖാത്തിമത്തുൽ മുഹഖ്ഖീൻ ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു അവിടുന്ന് മക്കയിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്ന ഒരു കല്ലാണ്. ആ കല്ലിന്റെ ചുറ്റുമിരുന്ന് ബറക്കത്തെടുക്കുന്ന ഒരു സമ്പ്രദായം അത് പഴയ കാലത്തുണ്ടായിരുന്നു. പഴയ കാലത്ത് പൊന്നാനിയിൽ ഇന്നത്തെ പോലെയൊന്നുമല്ല. അവിടെ ഓതാൻ നാനാ ഭാഗങ്ങളിൽ നിന്നും ആലിമീങ്ങൾ അവിടെ വരും. ഓരോ വിഷയത്തിൽ കൂടുതൽ പ്രാവീണ്യമുള്ള പണ്ഡിതന്മാരെ സമീപത്ത് ചെന്നിരുന്ന് അവർക്ക് ഓരോരുത്തർക്ക് ആ വിഷയങ്ങൾ പഠിക്കാം. ഫിഖ്ഹും അതുപോലെ തന്നെ മറ്റു തസവുഫും മറ്റു അറബി ലുഗത്തുകളൊക്കെ പഠിക്കാൻ അതിനുള്ള എല്ലാ സംവിധാനങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പൊന്നാനിയിൽ എല്ലാ ഭാഗത്തു നിന്ന് ആളുകൾ പഠിക്കാൻ വേണ്ടി അവിടെ വരും. ആ പൊന്നാനിയിൽ എത്തുന്ന ആളുകൾ അവരുടെ ഭക്ഷണത്തിന്റെ കാര്യങ്ങൾ അവർ സ്വന്തം തന്നെ അറിയണം. ഇന്നത്തെ പോലെയല്ല. ഇന്നൊരു ദർസി സംവിധാനം നമുക്കൊക്കെ അറിയാമല്ലോ. പഴയതുപോലെ ഇന്നത്തെ ഈ ദർസി സംവിധാനം വളരെ ചെലവ് കുറഞ്ഞൊരു സംവിധാനമാണ്. കാരണം പള്ളിയിൽ മുദർരിസിന്റെ ഒരു ശമ്പളം മാത്രമാണ് പലപ്പോഴും ദർസ് കമ്മിറ്റി അല്ലെങ്കിൽ മഹല്ല് കമ്മിറ്റി അറിയേണ്ടത്. ബാക്കിയുള്ള കുട്ടികളുടെ ഭക്ഷണവും അവർക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ മഹല്ലിലെ ആളുകൾ അവരെല്ലാവരും സഹകരിക്കുന്ന ഒരു രീതി. അതാണല്ലോ ദർസി സംവിധാനം. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മിനീങ്ങളെ ഞാൻ നീട്ടി സംസാരിക്കുകയല്ല, ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് അങ്ങനെ പൊന്നാനിയിൽ ചെന്ന് ബഹുമാനപ്പെട്ട ശൈഖുന അബ്ദുൽ ബാരി ഉസ്താദ് 3 മാസം കൊണ്ട് ഇർഷാദുൽ യാഫി ഓതി തീർക്കുകയാണ്. ഇർഷാദുൽ യാഫി എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം. ബഹുമാനപ്പെട്ട കമ്മുണ്ണി മുസ്ലിയാർ നമുക്കൊക്കെ കേട്ട് പരിചയമുണ്ടാകും. വലിയ മഹാനാണ്. ആത്മീയ മേഖലയിൽ ഇന്ന് കേരളത്തിൽ അറിയപ്പെട്ട വടകര മമ്മദാജി തങ്ങളടക്കമുള്ളവരുടെ ഒക്കെ ഷെയ്ഖും അവരുടെ ഉസ്താദുമായ ബഹുമാനപ്പെട്ട കമ്മുണ്ണി മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ മഹാൻ അവരുടെ അരികിൽ നിന്ന് 400ഓളം ആളുകൾ അവര് ഇർഷാദുൽ യാഫി ഓതിയവരൊക്കെ ഔലിയാക്കളായി തീർന്നു. കാരണം ഇർഷാദുൽ യാഫിയുടെ ഏത് വരികളെടുത്ത് പരിശോധിച്ചാലും എനിക്കോർമ്മയുണ്ട്, ഞങ്ങളൊക്കെ ഇർഷാദുൽ യാഫി ഓതുന്ന കാലത്ത് അതിലെ ഒരു ബെയ്ത്ത് പലപ്പോഴും ഞങ്ങൾക്ക് ഉസ്താദ് പറഞ്ഞു തരുമ്പം അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. നമ്മൾ മനസ്സിലാക്കിയതുപോലെയല്ല. അതിന് പറ്റിയ ആളുകളിൽ നിന്ന് ഓതിപ്പഠിക്കുമ്പോൾ അതിന് കൂടുതൽ ആശയങ്ങളും അർത്ഥങ്ങളും നമുക്ക് കാണാൻ കഴിയും. അങ്ങനത്തെ ഇർഷാദുൽ യാഫി 3 മാസം കൊണ്ട് ഓതിത്തീർത്ത് ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി ഉസ്താദ് അവറുകൾ വെല്ലൂരിലേക്ക് യാത്ര പോവുകയാണ്. വെല്ലൂരിൽ മഹാനവറുകൾ പഠനം നടത്തിയത് 5 വർഷക്കാലമാണ്. ഇന്നത്തെ പോലെയല്ല, 5 വർഷം തുടരെയായി വെല്ലൂരിൽ നിന്നുകൊണ്ട് മഹാനവറുകൾ പഠനം നടത്തി. അന്ന് വെല്ലൂരിൽ അവിടുത്തെ പ്രധാന ഉസ്താദന്മാർ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ അബ്ദുൽ വഹാബ് ഹസ്രത്ത് അവറുകൾ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മഅഖൂലി അബ്ദുൽ ജബ്ബാർ ഹസ്രത്ത് അവറുകൾ, അങ്ങനെ തുടങ്ങി വലിയ പ്രഗത്ഭരായ ഉസ്താദന്മാർ. ഈ ഉസ്താദന്മാരുടെ മുഴുവനും വലിയ അവരുടെ ഇഷ്ടവും പൊരുത്തവും ഒക്കെ കരസ്ഥമാക്കിയ മഹാനവറുകൾ. മാത്രമല്ല, വെല്ലൂരിൽ പഠിക്കുന്ന കാലത്ത് അവിടുത്തെ ഉസ്താദന്മാരുടെ പൊരുത്തം കിട്ടി. അവര് തന്നെ സന്തോഷത്തിന്റെ പേരിൽ ഒരു സ്ഥാനപ്പേര് നൽകിയതാണ് യഥാർത്ഥത്തിൽ അബ്ദുൽ ബാരി എന്ന് പറയുന്ന ഈ സ്ഥാനപ്പേര്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കേരളത്തിൽ വന്നു മഹാനവറുകൾ 5 കൊല്ലത്തെ പഠനം പൂർത്തിയാക്കി കേരളത്തിൽ വന്നപ്പോൾ മഹാനവറുകൾ എല്ലാ വിഷയത്തിലും തികഞ്ഞൊരു ആലിമാണ്. സർവ്വ വിഷയങ്ങളിലും അവിടുത്തെ നമ്മൾ ഇന്ന് ഓതുന്നത് പോലെയല്ല അവിടുത്തെ കിതാബോത്ത്. കാരണം ഓരോ ലഫ്ള് അതിനെ ഹല്ല് ചെയ്ത് ആ ഒരു ലഫ്ളിനെ പറ്റി ദീർഘമായ നേരം ചർച്ച ചെയ്യുന്നു. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മിനിങ്ങളെ പഴമക്കാരായ ആളുകളോട് ചോദിച്ചാൽ, ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമാ കഴിഞ്ഞ് ഞാൻ ജുമാക്ക് ശേഷം 1-2 കാര്യങ്ങൾ അബ്ദുൽ ബാരി ഉസ്താദിനെ പറ്റി സംസാരിച്ചപ്പോൾ അക്കൂട്ടത്തിൽ AR നഗറിലുള്ള ഒരു പ്രായമെത്തിയ ഒരു കാരണവർ എന്നോട് വന്ന് പറഞ്ഞു, ഞാൻ അബ്ദുൽ ബാരി ഉസ്താദിനെ കണ്ടിട്ടുണ്ട്, എനിക്ക് അവിടെ നിന്ന് വെള്ളം മന്ത്രിച്ച് തന്നിട്ടുണ്ട്, എൻ്റെ തലയിൽ കൈവച്ച് മന്ത്രിച്ചിട്ടുണ്ട്. ഞാൻ പലരിടത്ത് ചെന്നുകൊണ്ടും അബ്ദുൽ ബാരി ഉസ്താദിനെ പറ്റി സംസാരിക്കുമ്പോൾ
സംസാരം കഴിഞ്ഞാൽ ഒരുപാട് കാരണവന്മാർ എണീറ്റ് എൻ്റെ അരികെ വരും. എന്നിട്ട് എന്നോട് പലപ്പോഴും പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. മൗലവിപ്പാപ്പയുടെ കൂടെ പലപ്പോഴും യാത്ര ചെയ്തിട്ടുണ്ട്. മൗലവിപ്പാപ്പയെ പറ്റി ഞങ്ങൾക്ക് കുറേ പറയാനുണ്ട്. പക്ഷെ അത് നിങ്ങൾ ഓരോ കാര്യങ്ങൾ ഞങ്ങളോട് അതിനെപ്പറ്റി ചോദിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് പറയാൻ കഴിയുക. കേരളത്തിൽ നിങ്ങൾ നോക്കൂ, എല്ലാ മുക്കുമൂലകളിലും ബഹുമാനപ്പെട്ട ശൈഖുനയുടെ സഞ്ചാരം നടന്നിട്ടുണ്ട്. തൻ്റെ ഈ അവിടുന്ന് ആത്മീയമായും മാത്രമല്ല ഭൗതിക മേഖലയിലുമൊക്കെ വലിയ കഴിവുള്ളവരാണ്. നിങ്ങൾ നോക്കൂ, വിവിധ ഭാഷകളിൽ വലിയ കഴിവുള്ളവരാണ്. ഇംഗ്ലീഷ് നല്ല പോലെ സംസാരിക്കാൻ കഴിവുള്ളവർ മാത്രമല്ല, ഫാരിസി ശരിക്ക് സംസാരിക്കുന്നവർ, എഴുതാനും വായിക്കാനും അറിയുന്നവർ മാത്രമല്ല, ഉറുദു സംസാരിക്കാൻ അറിയും, തമിഴ് നല്ലപോലെ ആ തമിഴ് അതിൻ്റെ എല്ലാ വശങ്ങളും അറിയുന്നവർ, 5 കൊല്ലത്തെ ബാക്കിയാത്ത പഠനത്തിൽ ഇതെല്ലാം നേടിയെടുത്തവർ. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അവിടുത്തെ കയ്യിലില്ലാത്ത ഇജാസത്തുകളുണ്ടോ? ഒരു ഇജാസത്തുകളും അവിടുത്തെ കയ്യിലില്ലാത്തതില്ല. എല്ലാത്തിൻ്റെയും ഇജാസത്തുകൾ സ്വന്തം ബാപ്പയിൽ നിന്ന് മഹാനവർ റിഫായിയത്തിൻ്റെ ഇജാസത്ത് കരസ്ഥമാക്കി. കഴിഞ്ഞില്ല, സുമ്മിൻ്റെ ഇജാസത്ത് ബഹുമാനപ്പെട്ട മൗലവിപ്പാപ്പയിൽ നിന്ന് ലഭിച്ചതാണ് കേരളത്തിലെ അധികം വലിയ വലിയ മഹത്തുക്കൾക്ക്. ബഹുമാനപ്പെട്ട കുട്ടി മുസ്ലിയാർ പള്ളിപ്പുറം നമുക്കറിയാം. ബാക്കിയാത്തിലെ അവിടുത്തെ വലിയ ഹസ്രത്തവറുകളും ഉസ്താദുമാരുടെ വലിയ ഉസ്താദുമൊക്കെയാണ്. മഹാനവറുകൾ ഇടക്കിടക്ക് പുതുപ്പറമ്പിൽ വരാറുണ്ടായിരുന്നു. പുതുപ്പറമ്പിൽ മഹാനവറുകൾ ക്ലാസ് നടത്തുമ്പോൾ മഹാനവറുകളുടെ അവിടെ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് സാധാരണക്കാരും അതുപോലെ തന്നെ പണ്ഡിതന്മാരും എല്ലാ ആളുകളും അവിടെ വരും. അവിടെ വന്നിരിക്കുന്ന സമയത്ത് എല്ലാവരോടും ചോദിക്കും, നമ്മൾ നാളെ കുറച്ച് മഹല്ലി ഓതല്ലേ, അല്ലെങ്കിൽ ഫത്ഹുൽ മുഈൻ ഓതല്ലേ എന്ന് ചോദിക്കും. ഞാൻ നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട ശൈഖുന മുഹിയുസുന്ന ഉസ്താദ് അവറുകൾക്ക് ഞാൻ അവിടുത്തെ കൈപ്പട കൊണ്ട് എഴുതിയ മഹല്ലി, ഇന്ന് നമ്മളൊക്കെ കാണുന്ന അമീറയും കല്ലൂപ്പിയും ഒന്നും ഇല്ലാത്ത അവിടെ നിന്ന് തക്രീർ എഴുതിയ മഹല്ലി, അതിൻ്റെ കോപ്പി കാണിച്ചു കൊടുത്തപ്പം ഉസ്താദ് അത്ഭുതത്തോടു കൂടി നോക്കുകയാണ്, ഇത് അവിടെ നിന്ന് എഴുതിയതാണോ? നല്ല ഹാൻഡ് റൈറ്റിംഗ്, നല്ല ഭംഗിയുള്ള വൃത്തിയുള്ള എഴുത്ത്. മാത്രമല്ല തഖ്രീറുകൾ എഴുതി കൊടുക്കുന്നു. മാത്രമല്ല അശാരിഹ് മഹല്ലി എന്ന് പറഞ്ഞ് ഷാരിഹ് പറഞ്ഞ വാക്കുകളിൽ ഒരുപാട് ഫവായിദുകൾ അതിൻ്റെ തഹ്തിലുണ്ടാകുമെന്ന് മഹാനവറുകൾ എപ്പോഴും പറയും. ഞാൻ ഈ അടുത്ത് ഒരു വീടിന് കുറ്റിയടിച്ചു കൊടുക്കാൻ വേണ്ടി ചെന്ന സമയത്ത് ആ വീട്ടുകാരൻ്റെ ഉപ്പ പഴയകാല കുട്ടി മുസ്ലിയാരുടെയൊക്കെ ശിഷ്യനായ ഒരു പ്രായവെത്തിയ ഒരു ബാഖവിയാണ്. അദ്ദേഹം എന്നോട് ഒരുപാട് അനുഭവങ്ങൾ പങ്കുവെച്ച കൂട്ടത്തിൽ എന്നോട് പറഞ്ഞു, ഞാനൊരിക്കൽ അബ്ദുൽ ബാരി ഉസ്താദിനെ സന്ദർശിച്ചപ്പോൾ എനിക്ക് ഏകദേശം ഒരു 19 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഞാൻ സന്ദർശിച്ചത്. അവിടെ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ മഹല്ലി നല്ലവണ്ണം ഓതണം കേട്ടോ, അശാരിഹ് മഹല്ലി ഇമാമിൻ്റെ മഹല്ലി നല്ലവണ്ണം ഓതണം. നിങ്ങൾ നോക്കൂ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഏത് വിഷയത്തിലും വലിയ കഴിവാണ്. ഇന്ന് ഇൻഷാ അല്ലാഹ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവിടുത്തെ ഈ റെഫറൻസിനൊക്കെ പറ്റുന്ന നല്ലൊരു ഗ്രന്ഥം നമ്മൾ പുറത്തിറക്കാൻ 4-5 കൊല്ലത്തിലധികമായി അതിൻ്റെ പിന്നിൽ ഒരു പ്രത്യേക ടീം തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ അതിൻ്റെ പ്രവർത്തനങ്ങൾ അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങളും അല്ലാത്ത പല വിഷയങ്ങളും അതിൽ നിങ്ങൾക്ക് വായിക്കാൻ കഴിയും. ഇൻഷാ അല്ലാഹ് ഈ സമൂഹത്തിന് ഉസ്താദിനെ പരിചയപ്പെടുത്തൽ അനിവാര്യമാണ്. നിങ്ങൾ നോക്കൂ, അള്ളാഹുവിൻ്റെ ഔലിയാക്കളെ ലോകത്ത് പരിചയപ്പെടുത്തുന്നത് അത് നമ്മുടെ വിജയത്തിനാണ്. ഞങ്ങൾ ഈ അടുത്ത ദിവസം ഇറാഖിലെ ഒരുപാട് മസാറുകളിൽ സന്ദർശിച്ചു. അക്കൂട്ടത്തിൽ നമ്മുടെ മനസ്സ് വല്ലാതെ സ്വാധീനിച്ച ഒരു സമയമായിരുന്നു പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട മഅറൂഫുൽ കർഖി റളിയല്ലാഹു അൻഹു, ഔലിയാക്കളുടെ ഏറ്റവും മുൻനിരയിൽ വിരാജിക്കുന്ന മഹാനല്ല മഅറൂഫുൽ കർഖി തങ്ങൾ. മഅറൂഫുൽ കർഖി തങ്ങളെ സമീപത്ത് മഹാനവറുകളുടെ സമീപത്ത് ഞങ്ങൾ ചെന്ന സമയത്ത് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ അവിടുത്തെ ചരിത്രം വായിക്കുമ്പോൾ മഹാന്മാരൊക്കെ പറഞ്ഞത് കാണാം. അവിടുത്തെ സമീപത്ത് ചെന്ന് ഏത് വിഷയങ്ങൾ പറഞ്ഞാലും ഉടനടി ഫലം കിട്ടുന്ന ഒരു മക്ബറയാണ്. ചില ആളുകളൊക്കെ പറഞ്ഞു, ബഗ്ദാദിൽ ഒരു ആദത്തുണ്ട്, ആളുകളൊക്കെ മഹാന്മാര് 100 ഇഖ്ലാസ് സൂറത്ത് അവിടെ പോയി ഓതിയാൽ കരുതിയ വിഷയങ്ങൾ പൂർത്തിയായി കിട്ടും. അങ്ങനെ അവിടെ ചെന്നു സിയാറത്തൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ മാനസികമായി നമുക്ക് തന്നെ വലിയ മാറ്റം തോന്നുന്നു.
ഇതെന്താണ്? ഔലിയാക്കളെ സമീപത്ത് ഒരു അല്പസമയം നിന്നാൽ, അവരെ മുന്നിലിരുന്നാൽ അത് വലിയൊരു ബറക്കത്താണ്. നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട ഇമാമുന ശഅറാനി റളിയല്ലാഹു അൻഹു മഹാനവറുകൾ തന്റെ അൽ അൻവാറുൽ ഖുദ്സിയിൽ പറഞ്ഞത് കാണാം. يجب علينا أن نبجل العلماء والصالحين والأكابر. വലിയ മഹത്തുക്കളെ ബഹുമാനിക്കൽ, ആദരിക്കൽ നമ്മുടെ ബാധ്യതയാണ്. അത് നമ്മുടെ മേൽ നിർബന്ധമായ ബാധ്യതയാണ്. ഒരുപക്ഷെ നമ്മൾ പലരും നമ്മൾ പ്രത്യക്ഷത്തിൽ ചെയ്തു വരുന്ന പല അമലുകളും അവരിൽ നിന്ന് നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ലെങ്കിലും അവരുടെ ബഹുമാനത്തിൽ ഒരു കുറവും നമ്മൾ വരുത്താൻ പാടില്ല. എന്നിട്ട് പറയുന്നുണ്ട്, ഫൈനൽ ഉലമാ നുവാബ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ അവരുടെ ഖലീഫകളായി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവിടുത്തെ ദീനിന്റെ പ്രചാരകരായി ലോകത്ത് വന്നവരല്ലേ ഉലമാക്കൾ. ഈ ഉലമാക്കൾ നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി ഉസ്താദ് ഇവിടെ മരണം വരെ ദർസ് നടത്തി. 40 കൊല്ലത്തിലധികം സ്വന്തം നാട്ടിൽ മുദരിസായി സേവനം ചെയ്യുന്നതിന് ഒരു നയാ പൈസയും ശമ്പളം പറ്റുന്നില്ല. മഹാനവറുകൾ അങ്ങോട്ട് കൊടുക്കുകയാണ്. ഇവിടുത്തെ പ്രായമുള്ളവരോടൊക്കെ ചോദിച്ചാൽ അറിയാം, പലർക്കും ജോലിയില്ലാത്ത ആളുകൾക്ക് എന്തെങ്കിലും ഒരു ജോലി കൊടുക്കുന്ന സ്വഭാവക്കാരനാണ് ബഹുമാനപ്പെട്ട മൂലയൊരു പാപ്പ. മാത്രമല്ല, ഇന്ന് എന്നോട് ഒരാൾ പറഞ്ഞു, കുട്ടികളൊക്കെ കളിക്കുന്ന സമയത്ത് കുട്ടികളെ കാണുന്ന വലിയ ഇഷ്ടമാണ്. ചെറിയ മക്കളെ കാണുമ്പോൾ അവരെങ്ങനെ തമാശയാക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. കാരണം വലിയ ഇഷ്ടമാണ്. മഹാനവറുകൾ പല വിവാഹങ്ങൾ കഴിച്ചെങ്കിലും മഹാനവറുകൾക്ക് ഒരു കുട്ടി പോലും ഉണ്ടായില്ല. ഞാനൊരിക്കൽ കുട്ടികൾക്ക് മഹല്ലി ഓതിക്കൊടുക്കുന്ന സമയത്ത് അന്ന് ആ മഹല്ലിലെ ഒരു പ്രധാനപ്പെട്ട പണ്ഡിതൻ എൻ്റെ അരികെ ആ സബക്കിൽ വന്നിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ക്ലാസ് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് മോഹിനിയുടെ ഒരു ഭാഗമെടുത്ത് മുത്താല ചെയ്ത് ഞാൻ കുട്ടികളോട് ഇങ്ങനെ ഒരു വിഷയം പറഞ്ഞു കൊടുത്തപ്പം മഹാന്മാരിലെ ഒരു വിഭാഗമായ ഔത്താദ്യങ്ങളിൽപ്പെട്ട ആളുകൾക്ക് മക്കളുണ്ടായി കാണുന്നില്ല എന്ന വിഷയം മോഹിനിയിൽ ഒരു ആരോ എടുത്തുദ്ധരിച്ച ഒരു അഭിപ്രായം അവിടെ വായിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം എടുത്ത ഉടനെ എന്നോട് ചോദിച്ചു, ബഹുമാനപ്പെട്ട വോലേർ പാപ്പക്ക് മക്കളില്ലായിരുന്നല്ലോ, അദ്ദേഹം ആ വിഭാഗത്തിൽപ്പെട്ട ആളായിരിക്കാമല്ലേ? എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇൽമുള്ള തഖ്വയുള്ള വറഉള്ള ആളുകൾക്ക് മുഴുവനും വലിയ ആദരവാണ് വോലേർ പാപ്പയോട്. എന്നാൽ ഇവിടെ നമുക്ക് ഖേദകരമെന്ന് പറയട്ടെ, അവിടത്തെ പറ്റി സമൂഹത്തിന് പലതും അറിയാതെ പോയി. ഇന്ന് ഒരു ചരിത്രം നമുക്ക് പഠിക്കാൻ, അവിടുത്തെ ഒരു ചരിത്രം അന്വേഷിച്ച് ചെല്ലുമ്പോൾ പറഞ്ഞു തരാൻ ആളുകളില്ലാതെയായി പോയി. നേരെ മറിച്ച് ഇറാഖിലൊക്കെ ഞങ്ങൾ ചെന്നപ്പോൾ എത്ര കാലം, 1000 കൊല്ലം മുമ്പ് കഴിഞ്ഞുപോയ ആ ഖൈറുൽ ഖുറൂനിൽ കഴിഞ്ഞുപോയ മഹത്തുക്കളായ വലിയ വലിയ പണ്ഡിതന്മാരെ സിയാറത്ത് ചെയ്യുമ്പോൾ അവരുടെ ചരിത്രങ്ങൾ ഏകദേശം അത് മുജ്മലായിട്ടും മുഫസ്സലായിട്ടും അത് വളരെ വിശദമായി അവരുടെ മക്ബറയുടെ ചുമരുകളിലും അതുപോലെ തന്നെ പരിസരങ്ങളിലൊക്കെ എഴുതപ്പെട്ട് നമുക്ക് കാണാം. ഇതെൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹുവിൻ്റെ മഹത്തുക്കളായ പണ്ഡിതന്മാർ അവർ ഈ ലോകത്ത് ജീവിച്ചത് കൊണ്ടാണ് ഈ ലോകത്തിൻ്റെ നല്ല നിലനിൽപ്പിനും അതിൻ്റെ പുരോഗതിക്കും എല്ലാത്തിനും കാരണമെന്ന് നമ്മൾ മനസ്സിലാക്കുകയും ഈ മഹത്തുക്കളെ പറയുന്നത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയ പുരോഗതി ലഭിക്കാനും അവരെ പറയുന്ന സ്ഥലത്ത് ബറക്കത്ത് ലഭിക്കാനും അവരുടെ ആ ഒരു ബറക്കത്ത് ലഭിക്കുന്നതിലൂടെ നമുക്ക് ഉന്നതി പ്രാപിക്കാൻ കഴിയും. ഇത് നമ്മൾ മനസ്സിലാക്കി എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ മഹത്തായ ഇവിടെ നടന്നു വരുന്ന അബ്ദുൽ ബാരി അക്കാഡമി അവിടുത്തെ പേരിനോട് എല്ലാ നിലക്കും യോജിക്കുന്ന രൂപത്തിൽ ഇതിനെ നമുക്ക് വളർത്തിക്കൊണ്ടുവരണം. കഴിഞ്ഞ വർഷം നമുക്ക് അൽഹംദുലില്ലാ നമുക്ക് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് ഒരു നല്ല ബിൽഡിംഗ് സംവിധാനം നമുക്ക് ഇവിടെ നിർമ്മിക്കാൻ, നമുക്ക് ഇവിടെ വരുത്താൻ സാധിച്ചു. അള്ളാഹു അതിന് സഹായിച്ചവർക്കൊക്കെ വലിയ ബറക്കത്ത് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇനിയും അതിൻ്റെ പണികൾ പലതും ബാക്കിയുണ്ട്. ഇനി അത് നമുക്കിത് പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇന്നും കുട്ടികൾ ഇവിടെ ഭക്ഷണം കഴിക്കാൻ ഇതിൻ്റെ 3 നില കയറിയിട്ട് വേണം കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാൻ. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട കൂറ്റമ്പാറ ഉസ്താദ് നമ്മളെ സദസ്സിലേക്ക് കടന്നു വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇൻഷാ അല്ലാഹ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ മത്ബഖിൻ്റെ ക്യാൻറ്റീൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
അതിനൊക്കെ ഒരു ഭീമമായ സംഖ്യ നമുക്ക് ചെലവാണ്. ഇപ്പോഴും അതിലേക്ക് പലരും സഹായിച്ചു കൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും അല്ലാഹു എല്ലാവിധ ഖൈർ ബർക്കത്തുകളും നൽകട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ഉറൂസിലേക്ക് അരിയും മാംസവും മറ്റ് ആവശ്യ വസ്തുക്കളൊക്കെ നൽകിയവർ എല്ലാവർക്കും അല്ലാഹു എല്ലാവിധ ഖൈറുകളും നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട പാണക്കാട് അബ്ദുസ്സമദ് ഹാജി, അവരുടെ ഭാര്യ, അതുപോലെ തന്നെ മക്കള്, ഇവരെല്ലാവരും കൂടി ഒരു 3000 രൂപ ഈ മഹത്തായ മജ്ലിസിലേക്ക് കൊടുത്തയച്ചു. അവരുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളെല്ലാം അല്ലാഹു തആല നീക്കി കൊടുക്കട്ടെ. കൂടാതെ ഈ മഹത്തായ മജ്ലിസിലേക്ക് ഒരു ചാക്ക് അരി ആ കുടുംബം നൽകിയിട്ടുണ്ട്. അതും അല്ലാഹു തആല ഖബൂൽ ചെയ്യട്ടെ. അരിയും മാംസവും ആവശ്യമായ വസ്തുക്കളൊക്കെ നൽകിയവർ എല്ലാവർക്കും അല്ലാഹു തആല എല്ലാവിധ ഖൈറുകളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് ഇൻഷാ അല്ലാഹ് ഈ മഹത്തായ പരിപാടിയിൽ അതിൻ്റെ അവസാന സമയത്ത് നമ്മുടെ നേതാക്കളൊക്കെ എത്തിച്ചേരും. ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി തങ്ങളവറുകൾ ഈ മഹത്തായ മജ്ലിസിൽ എത്താമെന്നൊക്കെ പറഞ്ഞ് തങ്ങൾക്ക് വിട്ടുകൊടുത്ത് തങ്ങളുടെ ആ താല്പര്യത്തിനനുസരിച്ചാണ് നമ്മൾ ദിവസമൊക്കെ നിശ്ചയിച്ചതെങ്കിലും നമുക്കറിയാമല്ലോ നമ്മുടെ നേതാക്കൾ ഏത് സമയത്തും അവർക്ക് വിദേശയാത്രകളും മറ്റുമൊക്കെ വരാൻ സാധ്യതകളുണ്ട്. റഷ്യയിലേക്ക് അവിടെയൊക്കെ ഒരു പരിപാടിയിലേക്ക് ക്ഷണിക്കപ്പെട്ടപ്പം ഒരു നിലക്കും മാറി നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് ഞാൻ ഇനി മറ്റൊരു സമയത്ത് വരാമെന്ന് വിളിച്ചറിയിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ എല്ലാ വർഷവും നമ്മൾ ക്ഷണിക്കുമ്പം വളരെ സന്തോഷത്തോടു കൂടി ഇവിടെ വരികയും നമുക്ക് ഇതിന് നേതൃത്വം നൽകി നമ്മുടെ ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വലിയ ഒരു പിന്തുണ നൽകിയവരാണ് ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ. അള്ളാഹു അവിടത്തേക്ക് ആഫിയത്ത് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അതിൻ്റെ 100 വർഷം പൂർത്തിയാകുമ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മുടെ പ്രസ്ഥാന കുടുംബം നടത്തുന്ന മഹത്തായ പല പദ്ധതികളും അതിൻ്റെ ഭാഗമായി നടക്കുന്ന കേരള യാത്ര, നമ്മുടെ കേരള മുസ്ലിം ജമാഅത്തിൻ്റെ കേരള യാത്ര ഇൻഷാ അല്ലാഹ് അതൊക്കെ വരാനിരിക്കുന്നു. അതിൻ്റെ ഉപയാത്രകൾ മറ്റുമൊക്കെ നടക്കാനിരിക്കുകയാണ്. ആ വിഷയങ്ങളൊക്കെ ബഹുമാനപ്പെട്ട കൂറ്റമ്പാറ ഉസ്താദ് നമ്മോട് സംസാരിക്കും. എല്ലാവരും ഈ മഹത്തായ പരിപാടിയിൽ നമ്മോട് സഹകരിച്ച, അതുപോലെ നമുക്ക് സഹായങ്ങൾ നൽകിയ എല്ലാവരെയും നിങ്ങൾ ദുആയിൽ ഉൾപ്പെടുത്തണം. പ്രത്യേകിച്ച് ധാരാളം ഉമ്മമാർ ഈ വിഷയത്തിലൊക്കെ നല്ലപോലെ ഇടപെട്ടവർ, നമ്മുടെ ഏത് വിഷയത്തിലും നമ്മോട് സഹകരിക്കുന്നവർ, അല്ലാഹു തആല എല്ലാവർക്കും എല്ലാവിധ ബറക്കത്തുകളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് സയ്യിദ് ശിഹാബുദ്ദീൻ ബുഖാരി തങ്ങളടക്കം പല സാദാത്യങ്ങളും നമ്മൾ ഈ സദസ്സിൽ അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരും. അതിൻ്റെ മുമ്പ് ബഹുമാനപ്പെട്ട കൂറ്റമ്പാറ ഉസ്താദ് ശൈഖുന അബ്ദുൽ ബാരി ഉസ്താദിനെ അനുസ്മരിച്ചുകൊണ്ട് നമ്മോട് സംസാരിക്കും. അതിൻ്റെ മുമ്പ് ഇൻഷാ അല്ലാഹ് ഇവിടെ പ്രത്യേകിച്ച് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ ഈ മഹത്തായ ഈ സ്ഥാപനത്തിൽ നിന്ന് പുറത്തിറങ്ങിയ പല പുസ്തകങ്ങളുണ്ട്. നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് പുസ്തകങ്ങൾ പുറത്തിറക്കി. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് അബ്ദുൽ ബാരി ഉസ്താദിൻ്റെ ആ ചരിത്ര പുസ്തകം നമുക്ക് പുറത്തിറക്കണം. അതിന് അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇന്നലെ നമ്മുടെ സപ്ലിമെൻ്റ് പുറത്തിറക്കി. ഈ ഉറൂസിൻ്റെ ഭാഗമായി നിങ്ങളൊക്കെ അത് വായിക്കണമെന്ന് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ നമ്മുടെ പല പുസ്തകങ്ങളും നിങ്ങൾക്കിവിടെ ലഭ്യമാണ്. അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. കൂട്ടത്തിൽ നമ്മുടെ സ്ഥാപനത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റും നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ എല്ലാമായ ബഹുമാനപ്പെട്ട സയ്യിദ് സലാഹുദ്ദീൻ ബുഖാരി തങ്ങൾ എഴുതിയ മംഗല്യ ഗിഫ്റ്റ് എന്ന് പറയുന്ന കുടുംബത്തിന് ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്ന ഒരു നല്ല പുസ്തകം, ഇത് നിങ്ങളൊക്കെ വായിക്കണമെന്ന് പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തി. അത് നമ്മുടെ സദസ്സിൽ ലഭ്യമാണ്. അത് നിങ്ങൾ കൈപ്പറ്റണം എന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അല്ലാഹു തആല നമ്മുടെ ഈ സദസ്സ് എല്ലാ നിലക്കും സ്വീകാര്യതയുള്ള ഖബൂലുള്ള സദസ്സായി നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട കൂറ്റമ്പാറ ഉസ്താദ് നമ്മോട് സംസാരിക്കുന്നു. വളരെ ആദരവോടെ ഉസ്താദ് അവറുകളെ ക്ഷണിക്കുന്നു.